ഇവിടെ ഹീറോയിൻ കുളിക്കുന്ന സമയത്ത് അവൾക്ക് പോലും അറിയാതെ ഒരു ചെറിയ ചെക്കൻ അവളെ ഒള്ളു നോക്കുകയാണ്. എന്നിട്ട് അവനാണെങ്കിൽ ഗ്രാമത്തിലെ എല്ലാവരും കാണുന്ന രീതിയിൽ ഹീറോന്റെ പിക്ചറിന് ഒരു ചുമരി വരച്ചിടും. സത്യം എന്താണെന്ന് അറിയാത്ത നാട്ടുകാരും വീട്ടുകാരും ഹീറോനെ കോർണർ ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇവളും ആ സങ്കടത്തിൽ വണ്ടി പോകുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് ആക്സിഡന്റ് ആവുക, അങ്ങനെ മരിച്ചും പോകും. പക്ഷേ ഇവളൊരു തെറ്റായ പെണ്ണല്ല എന്ന് തെളിയിക്കാനായിട്ട് ഹീറോന്റെ ആത്മാവാണെങ്കിൽ വണ്ടി കയറി കൂടും. അങ്ങനെ കുറെ വർഷങ്ങൾക്ക് പുറം അതേ ഗ്രാമത്തിലാണെങ്കിൽ 3 ചെറുപ്പക്കാരുണ്ടാക്കും. ഇവർക്കാണെങ്കിൽ നാട്ടിലും വലിയ ഉണ്ടാവില്ല, വീട്ടിലും വലിയ ഉണ്ടാവില്ല. അതേ സമയത്ത് ഇവർ ടീനേജ് ആയതുകൊണ്ട് തന്നെ കിട്ടുന്ന ചെറിയ സമയങ്ങൾ പോലും 18+ വീഡിയോസ് കൊണ്ട് ചെലവഴിക്കുകയാണ്. ഇതിൽ 2 പേർക്കാണെങ്കിൽ അടുത്ത വീട്ടിലെ കുളിമുറിയിലേക്ക് എത്തി നോക്കുന്ന പതിവും ഉണ്ടാവും. അങ്ങനെ ഇരിക്കെ ഇവർ കുറച്ച് കാശ് ഉണ്ടാക്കാനായിട്ട് ആ കുളിമുറിയിലെ സീനുകളെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് വിൽക്കാൻ തീരുമാനിക്കുകയാണ്. പക്ഷെ അതിനാണെങ്കിൽ ഒരു ക്യാമറ വാങ്ങണം, ഇവരുടെ കയ്യിലാണെങ്കിൽ പൈസ ഉണ്ടാവില്ല. അങ്ങനെ ആ വർഷത്തെ വിനായക ചതുർത്ഥി ഇവർ നടത്താൻ തീരുമാനിക്കും. അതിന് പിരിച്ചിട്ടുന്ന പൈസന്ന് കുറച്ച് ഇവർ അടിച്ചു മാറ്റാൻ പ്ലാൻ ഇടും. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് വിനായകനെ കൊണ്ടുപോകേണ്ട വണ്ടി ഇവർ തരില്ല എന്ന് പറയും. സോ ഇവരും എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണ്. ആ സമയത്തായിരിക്കും ഇവന്റെ അപ്പൂപ്പിന്റെ ഷെഡിൽ കിടക്കുന്ന പഴയ സ്കൂട്ടറിനെ കുറിച്ച് ഓർമ്മ വരിക. അതിനൊരു ഓട്ടന്റെ രൂപത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ വിനായകനെ വെച്ച് കൊണ്ടുപോകുകയാണ്. അവസാനം ഇവർക്കാണെങ്കിൽ ക്യാമറ വാങ്ങാനുള്ള പൈസയും കയ്യിൽ കിട്ടും. പക്ഷെ അതിന് ശേഷമായിരിക്കും ആ സ്കൂട്ടറിൽ ഉണ്ടായിരുന്ന ഹീറോന്റെ ആത്മാവ് അതിന്റെ പണി കാണിക്കാൻ തുടങ്ങുക. അടുത്തതായിട്ട് ഇവർക്ക് സംഭവിച്ചു നേരിട്ട് നെക്സ്റ്റ് പാർട്ടിന് കമന്റ് ചെയ്യുക. ഹീറോന്റെ മരണത്തെ കുറിച്ചുള്ള മുഴുവൻ സ്റ്റോറിയും അറിയണമെങ്കിൽ ടൈറ്റിൽ മേലെ ഇങ്ങോട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് ഈ വീഡിയോക്ക് ലൈക്കും ചെയ്യുക.